ജ്യേഷ്ഠത്തി കരയിലേക്ക് നീന്തിയിട്ട് കൈയും കാലും കുഴഞ്ഞു പോവുകയാൽ കരയിലെത്താൻ സാധിക്കാതെ ഒഴുക്കിലകപ്പെട്ട് താഴ്ന്നു പോയി തുടങ്ങി. കരയിൽ നിന്നിരുന്ന തമ്പുരാട്ടി അത് കണ്ട് പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ സ്വൽപ്പം ദൂരെ പുഴക്കടവിൽ തന്നെ കുളിച്ചുകൊണ്ട് നിന്നിരുന്ന യുവാവും സുമുഖനുമായിരുന്ന ഒരു മുഹമ്മദീയൻ നിലവിളി കേട്ട് ആ കടവിൽ ഓടിയെത്തുകയും സംഗതി മനസ്സിലാവുകയാൽ തന്റെ രണ്ടാം മുണ്ടും കൂടി അരയിൽ മുറുക്കി കെട്ടി വെള്ളത്തിൽ ചാടി രാജകുമാരിയുടെ കൈപിടിച്ച് കരയോടടുപ്പിച്ച് കരയ്ക്ക് കയറുകയും ചെയ്തു. രാജകന്യക നിലയിലുള്ള സ്ഥലത്തായിട്ടും കരയ്ക്ക് കയറാതെ കഴുത്തോളം വെള്ളത്തിൽ തന്നെ നിന്നതേയുള്ളൂ. ബുദ്ധിമാനായിരുന്ന ആ മുഹമ്മദീയൻ തന്റെ കാരണമറിഞ്ഞ് തന്റെ അരയിൽ കെട്ടിയിരുന്ന രണ്ടാം മുണ്ട് നനഞ്ഞിരുന്നതെങ്കിലും കോടിയായിരുന്നതിനാൽ അതഴിച്ച് രാജകുമാരിക്ക് എറിഞ്ഞു കൊടുത്തതിന്റെ ശേഷം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോയി. രാജകുമാരി ഉടുത്തിരുന്ന വസ്ത്രം ഒഴുക്കിന്റെ ശക്തിയാൽ വെള്ളത്തിൽ പോയതുകൊണ്ടായിരുന്നു കരയ്ക്ക് കയറാതെ വെള്ളത്തിൽ തന്നെ നിന്നിരുന്നത്.